വിജിലൻസ് മേധാവി എന്ന നിലയിൽ അനുമതിയില്ലാതെ അന്വേഷണ ഉത്തരവുകൾ പുറത്തിറക്കിയെന്ന പരാതിയിലാണ് യോഗേഷ് ഗുപ്തയ്ക്കെതിരെ സർക്കാർ അന്വേഷണം നടത്തുന്നത്. ഒരു അഭിഭാഷകൻ നൽകിയ പരാതിയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ രഹസ്യാന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിന് വേണ്ടി യോഗേഷ് ഗുപ്ത വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറുകയാണ്. 13 തവണ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടെന്നും ക്ലിയറൻസ് റിപ്പോർട്ട് തടഞ്ഞുവെച്ച് സർക്കാർ ഉപദ്രവിക്കുന്നുവെന്നുമാണ് യോഗേഷിന്റെ ആരോപണം. വിവരാവകാശ പ്രകാരം ഉൾപ്പെടെ സർട്ടിഫിക്കറ്റിനായി ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോഴാണ് ഒടുവിൽ യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. റിപ്പോർട്ട് കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി ഉത്തരവിടണമെന്നും പിഴ ചുമത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര പോർട്ടലിൽ പരാതി നൽകിയത് വലിയ വിവാദമായിരുന്നു. DGP പദവിയിലുള്ള യോഗേഷ് ഗുപ്ത പോർട്ടലിൽ പരാതി നൽകുന്നത് ചട്ടലംഘനമാണെന്നാണ് സർക്കാർ നിലപാട്. സർവീസ് രേഖകൾ ആവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് യോഗേഷ് ഗുപ്ത കത്ത് നൽകിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.